നവകേരള സദസ്സിന്റെ തുടർച്ചയായി നടത്തുന്ന നവകേരള സ്ത്രീ സദസ്സിൽ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ നിന്നായി 2500 സ്ത്രീകൾ പങ്കെടുക്കും. ഈ മാസം 22-ന് നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തെ വിവിധ മേഖലകളിലുള്ള സ്ത്രീകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കും. കൊച്ചിയിൽ ചേർന്ന നവകേരള സ്ത്രീ സദസ്സിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സൗഹൃദ കേരളം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിനായി പുതിയ നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായാണ് സർക്കാർ നവകേരള സ്ത്രീ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 22-ന് നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി. രാവിലെ 9:30 ആരംഭിക്കുന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള 10 വനിതകൾ മുഖ്യമന്ത്രിയുമായി വേദി പങ്കിടും. ആമുഖമായി മുഖ്യമന്ത്രി സംസാരിച്ച ശേഷം വേദിയിലുള്ള 10 വനിതകളും സംസാരിക്കും. തുടർന്ന് സദസ്സിലുള്ള 50 പേർക്ക് മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാൻ അവസരമുണ്ടാകും. കൂടാതെ അഭിപ്രായങ്ങൾ എഴുതിയും നൽകാം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട ശേഷം മുഖ്യമന്ത്രി മറുപടി പ്രസംഗം നടത്തും. ഇത്തരത്തിലാണ് ഉച്ചയ്ക്ക് 1 മണി വരെ നീളുന്ന പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ ചേർന്ന നവകേരള സ്ത്രീ സദസ്സിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നവകേരള സൃഷ്ടിയിലൂടെ സ്ത്രീപക്ഷ കേരളം കെട്ടിപ്പടുക്കുകയാണ് സദസ്സിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രി പി രാജീവിനെ മുഖ്യ രക്ഷാധികാരിയായും മന്ത്രി വീണ ജോർജിനെ ചെയർപേഴ്സണായും തെരഞ്ഞെടുത്താണ് നവകേരള സ്ത്രീ സദസ്സിന്റെ സംഘാടക സമിതി രൂപീകരിച്ചത്. മറ്റു മന്ത്രിമാരായ ആർ ബിന്ദു, ജെ ചിഞ്ചുറാണി, കൊച്ചി കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ എന്നിവർ രക്ഷാധികാരികളാണ്. കൈരളി ന്യൂസ്, കൊച്ചി.